FCRA നിയമം ഇവിടെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അത് ഭേദഗതി ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്നത് ഞങ്ങളുടെ ചാരിറ്റിയിലാണ് ഇവർ കൈവയ്ക്കുന്നത്, അതായത് കേന്ദ്ര സർക്കാർ കൈവയ്ക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ രാജ്യത്തേക്ക് ഒരു തുക വരികയാണ്, ഒരു ഫണ്ട്. ആ ഫണ്ട് കൈപ്പറ്റുന്നത് ഒരു പ്രത്യേക NGO ആണ്. എന്തിനാണ് നിങ്ങൾക്ക് ഈ തുക എന്ന് ഈ രാജ്യത്തെ സർക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ഈ തുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കും എന്ന് പറയുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനാണ് ഈ തുക, ഞങ്ങളത് ഇന്ന കാര്യങ്ങൾക്ക് ചെലവഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ കണക്ക് കാണിച്ചു കൊള്ളാം, ഇങ്ങനെയാണോ ഒരു രാജ്യം പ്രവർത്തിക്കേണ്ടത്? രണ്ടാമത്തെ ഞാൻ പറഞ്ഞ രീതിയിലാണ് രാജ്യം പ്രവർത്തിക്കേണ്ടത്. അത് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായവും. പക്ഷേ ഈ പണം മതപരിവർത്തനത്തിനും ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും മതം വളർത്താനും ഉപയോഗിക്കുന്ന ചില നാണം കെട്ടവന്മാരുണ്ട്. ഇവന്മാർ പ്രധാനമായിട്ടും ഈ പണമെടുത്ത് അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് FCRA ഭേദഗതി വരുമ്പോൾ ഇവർക്ക് വലിയ രീതിയിൽ വിറളി പിടിക്കുന്നത്. ഇപ്പോഴിതാ അത്തരത്തിലൊരു ടീമിനെ, അതായത് ഈ FCRA റെഗുലേഷൻ ആക്ട് പോലും ഇല്ലാതെ, അതായത് ആ ആക്ടിൽ രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ മതപരിവർത്തനം അനുസ്യൂതം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാസ്റ്ററെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് രാജസ്ഥാനിൽ. ഈ ഒരു ഓപ്പറേഷൻ രാജ്യം മുഴുവൻ വ്യാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ FCRA രജിസ്ട്രേഷൻ ഇല്ലാതെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായി വിദേശ ഫണ്ട് സ്വീകരിച്ചെന്ന കേസിൽ രാജസ്ഥാനിലെ പാസ്റ്ററുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയാണ്. ജയ്പൂരിലെ 2 കേന്ദ്രങ്ങളാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ പ്രകാരം പരിശോധന നടന്നത്. FCRA അനുമതിയില്ലാതെ ലഭിച്ച 2 കോടി രൂപയിലധികം വിദേശ സംഭാവനകൾ ദുരുപയോഗം ചെയ്തെന്ന ആരോപണത്തിൽ പാസ്റ്റർ രവി മോഹൻ പഹാദിയയുടെ സ്ഥാപനങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. പഹാദിയ അമേരിക്കൻ സ്വദേശി തോമസ് യുജിൻ ലിഞ്ചിൽ നിന്ന് ഉൾപ്പെടെ വിദേശ ഫണ്ട് സ്വീകരിച്ചെന്നാണ് ആരോപണം. ഈ പണം ജയ്പൂരിലെ SC വാൽമീകി വിഭാഗങ്ങൾക്കും തെക്കൻ രാജസ്ഥാനിലെ ST ഭിൽ വിഭാഗങ്ങൾക്കുമിടയിൽ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പഹാദിയയും ഭാര്യ ഗുഞ്ചൻ ശർമ്മയും ചേർന്ന് 2.34 കോടി രൂപയാണ് ഈ മതപരിവർത്തനത്തിനായി FCRA നിയമത്തിൽ അതിൻ്റെ യാതൊരുവിധ രജിസ്ട്രേഷനും ഇല്ലാതെ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ FCRA നിയമത്തിന്റെ രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് പൈസ വാങ്ങുന്ന ടീമുകൾ ഇവിടെ ഉള്ളത്. പിന്നെ FCRA നിയമത്തിൽ രജിസ്ട്രേഷൻ ഉള്ള ടീമുകളുടെ കാര്യം പറയണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളം.